ഹലോ, വെൽക്കം ബാക്ക്. കണ്ട പോലെ തന്നെ നമ്മളിന്ന് ചേമ്പിൻ്റെ തണ്ട് തോരൻ വയ്ക്കാൻ പോകട്ടോ. ഇത് നമ്മൾ സാധാരണ പുഴുങ്ങി കഴിക്കുന്ന ചേമ്പൊക്കെ ഇല്ലേ, അതിൻ്റെ തണ്ടാണ്. മറ്റേത് നമ്മൾ ചീരച്ചേമ്പുണ്ട്, ഇപ്പോൾ അത് പറിക്കാനാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല എണ്ണം തണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമാണ് ഈ ചേമ്പന്താൾ കറി വെച്ചേക്കാന്ന് കേട്ടോ. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ചേമ്പന്തണ്ടിൻ്റെ തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് തോരൻ വയ്ക്കാൻ പോകുന്നത്. ഈ ഒരു വലിപ്പത്തിലും നീളത്തിലുമാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് എനിക്ക് കൈ ചെറുതായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈ നിറയെ എണ്ണ തേച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ എണ്ണയും തേച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്മി അതിൻ്റെ വെള്ളം, ചേമ്പന്തണ്ടിൽ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുന്നുണ്ട്. പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ചേമ്പന്തണ്ട് പിഴിഞ്ഞ വെള്ളം ഞാൻ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത്രയും ചേമ്പന്തണ്ടിൽ അത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇനി സിമ്പിളായിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. തേങ്ങയും മുളകും അതുപോലെ തന്നെ സവോളയും കൂടെ ചേർത്തിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. മുളക് സവോളയും കടുക് പൊട്ടിച്ച് അതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ചേമ്പന്താൾ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വന്നപ്പോഴത്തേക്കാണ് തേങ്ങ ഇട്ട് കൊടുത്തത് കേട്ടോ. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതിയാവും. എന്നിട്ട് അടച്ചു വയ്ക്കാതെയാണ് ഞാൻ എടുത്ത്, അടച്ചു വയ്ക്കാതെ തോർത്തി എടുത്തിട്ട് പോലും ഇത്രയും ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം അതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുഴഞ്ഞു പോവേ. ഉച്ചയ്ക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചേമ്പന്താൾ തോരനും അതുപോലെ തന്നെ പുളിശ്ശേരിയും. ഞാനിത് കുമ്പളങ്ങ ഇട്ട് വെച്ച പുളിശ്ശേരിയാണ് കേട്ടോ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ, മാങ്ങ ഇട്ട് വെച്ച മീൻകറി. അത് ഇന്നലെ വെച്ച മീൻകറിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി കോംബോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മഴക്കാലത്ത് ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.